Hi everyone, today we are going to talk about some foreign words and phrases. So, without any delay, let's begin. So, the question, the foreign word bourgeois means A. Middle class, B. Proudful, C. Spendthrift, D. A group of wanderers. So, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബൂർഷ്വ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ്. അതൊരു ഫോറിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മിഡിൽ ക്ലാസ്. ചൂസ് ദ മീനിങ് ഓഫ് ദ ലാറ്റിൻ വേർഡ് വൈവാ വോസി. സോ വൈവാ വോസി എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. എ ലിറ്ററലി, ബി കെയർഫുള്ളി, സി ലെജിബിളി, ഡി ഓറലി. And the correct answer is option D, orally. Viva voce is a Latin phrase literally meaning with living voice, but most often translated as by word of mouth. അപ്പോൾ ഓറലി സംസാരിക്കുക എന്നുള്ള അർത്ഥം വരുന്നൊരു വാക്കാണ്, ഒരു ലാറ്റിൻ ഫ്രേസാണ് വൈവ വോസി എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി വൈവ എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിക്കാറുണ്ട്, അല്ലെ വൈവ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. സോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രേസ് എന്ന് പറയുന്നത് വൈവ വോസി ആണ്. ആൻഡ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓറലി എന്നർത്ഥമാണ് ഈ ഒരു ലാറ്റിൻ ടേമിന് വരുന്നത്. സിമിലർ ആയിട്ടുള്ള വേറൊരു ഫ്രേസാണ് വൈസ് വേഴ്സ എന്ന് പറയുന്നത്, വിച്ച് മീൻസ് റിവേഴ്സ്ഡ്. ഓക്കെ, വൈസ് വേഴ്സ ഇസ് എ ലാറ്റിൻ ഫ്രേസ് ദാറ്റ് മീൻസ് ദ അതർ വേ റൗണ്ട്. സോ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയുമാണ്, തിരിച്ചുമാണ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ഫ്രേസാണ് വൈസ് വേഴ്സ. സോ അടുത്ത ഫ്രേസ് നമുക്ക് നോക്കാം. എക്സാംപിളി ഗ്രേഷ്യ എന്നുള്ള ഫ്രേസാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എന്നാണ്. എക്സാമിനൊക്കെ നമ്മൾ എക്സാമ്പിൾസ് എഴുതുമ്പോൾ EG എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ് എക്സാമ്പിൾസ് നമ്മളവിടെ കൊടുക്കാറ്. ഈ പറയുന്ന EGൻ്റെ ഫുൾ ഫോമാണ് എക്സാംപിളി ഗ്രേഷ്യ. ഓക്കെ, ആൻഡ് ഇതൊരു ലാറ്റിൻ ഫ്രേസാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് ഫോർ ദ സേക്ക് ഓഫ് എക്സാമ്പിൾ എന്നുള്ള രീതിക്കാണ്. So next question, the meaning of the term nota bene. നോട്ട ബെനെ എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എക്സെപ്ഷണൽ, ഓപ്ഷൻ ബി നോട്ട് വെൽ, ഓപ്ഷൻ സി നോ നീഡ് ടു ബി നോട്ടഡ്, ഓപ്ഷൻ ഡി ഫോർ ഗുഡ് കോസ്. ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, നോട്ട് വെൽ. സോ നോട്ട ബീനി എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്, ലാറ്റിൽ നിന്ന് കടമെടുത്ത വാക്കാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് നോട്ട് വെൽ അല്ലെങ്കിൽ ടേക്ക് നോട്ട് എന്ന അർത്ഥത്തിലാണ്. ചില സമയത്ത് ലെറ്ററൊക്കെ എഴുതുമ്പോൾ നമുക്ക് താഴെ കാണാം NB എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടാവും. അത് നോട്ട ബീനി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്, വിച്ച് മീൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എക്സ്ട്രാ നോട്ട്, നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടായിരിക്കും താഴെ NB കൊടുത്തിട്ടുണ്ടാവുക. അടുത്തത് നമുക്ക് പരിചയമുള്ളൊരു വേർഡാണ് ഏലിയസ്, അല്ലേ? മൈക്കിൾ ഏലിയാസ്, ജാക്സൺ ഏലിയാസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആൻ അസ്യൂംഡ് നെയിം എന്നാണ്. ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് എ നെയിംഡ് പേഴ്സൺ ഈസ് ഓൾസോ നോൺ ഓർ മോർ ഫെമിലിയർ അണ്ടർ അനദർ സ്പെസിഫൈഡ് നെയിം. അപ്പോൾ ഒരാൾ മറ്റൊരു പേരിലും കൂടെയാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത് എന്ന് ഉദ്ദേശിക്കുന്ന, എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഏലിയസ്. നെക്സ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. അലക്കാർട്ട്, എ സെലക്റ്റഡ് മീൽ അക്കോർഡിംഗ് ടു മെന്യൂ എന്നർത്ഥം വരുന്ന ഒരു ഫ്രഞ്ച് വേർഡാണ് അലക്കാർട്ട്. ഇറ്റ് ഈസ് ആൻ ഏർലി 19th century ലോൺ വേർഡ് ഫ്രം ഫ്രഞ്ച് വിച്ച് മീൻസ് അക്കോർഡിംഗ് ടു ദ മെന്യൂ എന്നർത്ഥം വരുന്ന, അക്കോർഡിംഗ് ടു ദ മെന്യൂ, മെന്യൂവിനനുസരിച്ചിട്ട് എന്നർത്ഥം വരുന്ന ഒരു ഫ്രഞ്ചിൽ നിന്ന് കടമെടുത്ത വാക്കാണ് അലക്കാർട്ട്. അടുത്ത വേർഡ് നമുക്ക് നോക്കാം. ഒരു ലാറ്റിൻ ഫ്രേസാണ് കൊടുത്തിട്ടുള്ളത്. ബൊനഫൈഡി എന്നാണ് ആ വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ബൊനഫൈഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ബട്ട് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ബൊനഫൈഡി ആണ്. സിൻസിയർ, ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നൊക്കെ അർത്ഥമാണ് ഈ ഒരു ലാറ്റിൻ ഫ്രേസിന് ഉള്ളത്. അടുത്ത വാക്ക് സ്റ്റാറ്റസ് കോ. സ്റ്റാറ്റസ് കോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത് ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓ കണ്ടീഷൻ എന്നതാണ്.
Status quo is a Latin phrase meaning the existing state of affairs, particularly with regard to social, political, religious, scientific or military issues. അപ്പോൾ ഈ വക കാര്യങ്ങൾ സോഷ്യൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് ഈ വക കാര്യങ്ങളിലൊക്കെയുള്ള കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, കറൻറ്റ് സ്റ്റേറ്റ് എന്താണ് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലാറ്റിൻ ഫ്രേസാണ് സ്റ്റാറ്റസ് quo. The expression pro bono means option A, work that is done for free, B, relating to bones, C, relating to chocolate, D, work done very fast. And the correct answer is option A, work that is done for free. സോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രോബോണോ എന്നുള്ള ടേം ഡിനോട്ട് ചെയ്യുന്നത് വർക്ക് അണ്ടർടേക്കൺ വിത്തൗട്ട് ചാർജ്, എസ്പെഷ്യലി ലീഗൽ വർക്ക് ഫോർ എ ക്ലയൻറ്റ് ഓൺ ലോ ഇൻകം. സോ ലീഗൽ ഫീൽഡിലാണ്, ലോ ഫീൽഡിലാണ് കൂടുതലായിട്ടും ഈ ഒരു ടേം ഉപയോഗിച്ച് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ക്ലയൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് പ്രോ ബോണോ എന്ന് നമ്മൾ പറയുക. Pro bono comes from the Latin expression pro bono publico, which means for the public good. Next word, billet doux. Billet doux എന്ന് പറയുന്നത് a love letter എന്നർത്ഥം വരുന്ന ഒരു ഫ്രഞ്ച് ഫ്രേസ് ആണ്. So in French, billet doux means sweet letter. English writers first fell in love with the word during the 17th century and have been committed to using it as a romantic alternative to love letter ever since. So actually ഫ്രഞ്ചിൽ billet doux എന്ന് പറയുന്നത് സ്വീറ്റ് ലെറ്റർ എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ്. അത് നമ്മളുടെ ഇംഗ്ലീഷുകാർ കടമെടുത്ത് ലവ് ലെറ്റർ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഫ്രേസ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. Deo volente, God willing എന്നർത്ഥം വരുന്ന ഒരു ഫ്രേസാണ് Deo volente. This was often used in conjunction with a signature at the end of letters. It was used in order to signify that God willing this letter will get to you safely, God willing the contents of this letter come true. As an abbreviation, it is often found in personal letters of the early 1900s, employed to generally and piously qualify a given statement about a future planned action that it will be carried out so long as God wills. So ദൈവം സഹായിച്ച് ഇതൊക്കെ നടക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേ അർത്ഥം വരുന്ന ഒരു വാക്കാണ് Deo volente. En masse, all together എന്നർത്ഥം വരുന്ന ഒരു ഫ്രഞ്ച് വാക്കാണ് en masse. En masse comes from French literature from the phrase in masse. In this case, masse means all the people. So when you do something en masse, everyone does it together. So എല്ലാവരും ഒന്നിച്ചൊരു കാര്യം ചെയ്യുക എന്നർത്ഥം വരുന്ന ഒരു ഫ്രഞ്ച് വാക്കാണ് en masse. Question: the foreign word sub judice means A, existing state, B, under judicial consideration, C, great work, D, of high quality. And the answer is option B. So sub judice is a Latin phrase which means under judicial consideration and therefore prohibited from public discussion elsewhere. Magnum opus, which entered English in the 18th century, retains the original Latin spelling and the literal meaning great work. ഇപ്പോൾ ഗ്രേറ്റ് വർക്ക് എന്നർത്ഥം വരുന്ന ഒരു ലാറ്റിൻ വാക്കാണ് മാഗ്നം ഓപ്പസ്. അത് 18ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരുന്നത്. ഡിലക്സ്, ഓഫ് ഹൈ ക്വാളിറ്റി എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് വാക്കിൽ നിന്ന് വരുന്നതാണ് ഡിലക്സ് എന്നുള്ള വാക്ക്. അത് ലാറ്റിൻ ഭാഷയിലുള്ള ലക്സ് എന്നുള്ള വാക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ആ ലക്സ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എക്സസ് ഓർ അബൻഡൻസ് എന്നുള്ളത്. ക്വസ്റ്റ്യൻ: what is the meaning of the phrase fait accompli? A, with prayers, B, in your presence, C, best wishes, and D, an accomplished fact. And the correct answer is option D, ab initio. This adverb was adopted at the beginning of the 17th century directly from Latin, where it translates as from the beginning.
ഫ്രം ദ ബിഗിനിങ് എന്നർത്ഥം വരുന്ന ഒരു ലാറ്റിൻ ഫ്രേസ് ആണ് അബിനേഷ്യു എന്ന് പറയുന്നത്. ആൻഡ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് 17-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ഒരു വാക്കും കൂടിയാണ് അബിനേഷ്യു. coup de grace, derived from French, meaning a final blow or shot given to kill a wounded person or animal. സോ മുറിവേറ്റ് കിടക്കുന്ന ഒരു മൃഗത്തെ അല്ലെങ്കിൽ മനുഷ്യനെ നമ്മൾ കൊല്ലാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അവസാനത്തെ ഷോട്ടിനെയാണ് coup de grace എന്നുള്ള ഫ്രഞ്ച് വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. coup d'etat. The term comes from French and it literally means a stroke of state or blow of state. Carte blanche. In French, carte means document and blank means blank. So the phrase means blank document. To correct എന്നർത്ഥം വരുന്ന ഒരു ലാറ്റിൻ വേർബാണ് corrigendum എന്ന് പറയുന്നത്. അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായ corrigier എന്നുള്ള വാക്കിൽ നിന്നാണ്. Question. The foreign word per mensum means option A in proportion, B by next month, C per month, D group of men. And the correct answer is option C. At the end of his speech, the leader wished dash to all. Option A au revoir, B obiter dictum, C ad valorem, D ആമൻ. സോ ഒരു ലീഡർ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും ഒരു കാര്യം ആശംസിച്ചിട്ട് പോയി എന്നുള്ളതാണ്. അതിനുത്തരം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൻ്റെ അർത്ഥം അറിഞ്ഞേ പറ്റൂ, അല്ലേ? ആൻഡ് ഇവിടെ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, au revoir. Au revoir means goodbye until we meet again. It is a French term that means until we see each other again. അപ്പോൾ നമ്മൾ കാണുന്നവരെ ഗുഡ് ബൈ എന്ന് പറയുന്ന ഒരർത്ഥമാണ് au revoir എന്നുള്ള ഫ്രഞ്ച് വാക്കിന് ഉള്ളത്. ഇനി ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന മറ്റ് വാക്കുകളുടെ അർത്ഥം കൂടി നമുക്കൊന്ന് നോക്കാം. Obiter dicta is the plural form of obiter dictum, which is Latin for something said in passing. The term describes comments, suggestions, or observations made by a judge in an opinion that are not necessary to resolve the case. So, something said in passing എന്ന് പറയുന്നത് ഇടയിൽ നമ്മൾ എന്തെല്ലോ പറഞ്ഞത് എന്നുള്ള രീതിയിലേക്ക്, അതായത് കറക്റ്റായിട്ട് പറഞ്ഞതല്ല, ഡയറക്റ്റ്ലി ഇന്നതാണ് എന്ന് പറഞ്ഞതല്ല, നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞത് എന്നുള്ള അർത്ഥം വരുന്ന ഒരു വാക്കാണ് obiter dictum എന്ന് പറയുന്നത്. The word ad valorem is derived from the Latin phrase that means according to value. Amen is derived from the Hebrew amen, which means certainty, truth, and verily. Pro rata means it is a Latin term meaning in proportion. ഇൻഡെഫിനിറ്റ്ലി എന്നർത്ഥം വരുന്ന ഒരു ലാറ്റിൻ ഫ്രേസ് ആണ് സീനി ഡെയി എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ്. ലാറ്റിൻ ഫ്രേസ് കമ്പോസ്ഡ് ഓഫ് ദ പ്രിപ്പോസിഷൻ സീനി മീൻസ് വിത്തൗട്ട് എന്നാണ് സീനിയുടെ അർത്ഥം വരുന്നത്. ആൻഡ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ എന്ന അർത്ഥമാണ് ലാറ്റിനിൽ വരുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിത്തൗട്ട് എനി ഫ്യൂച്ചർ ഡേറ്റ് ബീങ് ഡെസിഗ്നേറ്റഡ്, അല്ല ഇൻഡെഫിനറ്റ്ലി എന്നർത്ഥം കൂടി വരും. അതായത് ഒരു ഡേറ്റ്, കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ഒന്നുമില്ല, അതായത് എപ്പോഴോ എന്നുള്ളൊരു അർത്ഥമാണ് സീനി ഡി എന്ന് പറയുന്ന ഈ ഒരു വാക്കിനുള്ളത്. ഹാപ്പി ജേണിക്ക് പകരം ഒരു ട്രെൻഡി ടേം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ബോൺ വോയാഷ്. ഫ്രഞ്ച് ടേമാണ് ബോൺ വോയാഷ്. അതിൻ്റെ ലിറ്ററൽ മീനിങ് വരുന്നത് ഗുഡ് വോയേജ് എന്നാണ്. ഹാവ് എ നൈസ് ട്രിപ്പ് എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് ബോൺ വോയാഷ്. It can be used as an exclamation, a playful or sophisticated way to send someone off on a journey. So next time നിങ്ങളുടെ ആരെങ്കിലും ഒരു ജേർണിക്ക് പോവുകയാണെങ്കിൽ you can wish them bon voyage. Modus operandi. Modus operandi is a Latin word where it may be translated literally as way of operating or method of operating. ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന രീതി എന്ന്, അതായത് നമ്മൾ ഏത് രീതിയിലാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് മോഡസ് ഓപ്പറാൻഡി. Question.
The foreign word post-meridiem means A. Afternoon, B. Before noon, C. Morning, D. Late evening. And the correct answer is option A. Afternoon. സമയം പറയുമ്പോൾ നമ്മൾ എ എമ്മും പി എമ്മും ഒക്കെ വെച്ചിട്ടായിരിക്കും പറയുക അല്ലേ? 10 AM, 8 PM, 7 AM, 9 PM അങ്ങനെ. ഈ എ എമ്മിൻ്റെയും പി എമ്മിൻ്റെയും ഫുൾ ഫോം നമ്മൾക്ക് എത്ര പേർക്ക് അറിയാം? ലെറ്റ്സ് സീ. ഫ്രം ദ ലാറ്റിൻ വേർഡ്സ് ദ ടേം ആൻറ്റിമെരിഡിയം. എ എമ്മിൻ്റെ ഫുൾ ഫോം ആണ് ആൻറ്റിമെരിഡിയം. ഇറ്റ് മീൻസ് ബിഫോർ മിഡ് ഡേ, ഉച്ചക്ക് മുമ്പ്. മിഡ് ഡേ ആഫ്റ്റർനൂൺ ആണ്, ബിഫോർ മിഡ് ഡേ. ആൻഡ് പോസ്റ്റ് മെരിഡിയം, പി എമ്മിൻ്റെ ഫുൾ ഫോം ആണ് പോസ്റ്റ് മെരിഡിയം, വിച്ച് മീൻസ് ആഫ്റ്റർ മിഡ് ഡേ. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പി എമ്മും യൂസ് ചെയ്യും. ഈ ആൻറ്റി മെരിഡിയവും പോസ്റ്റ് മെരിഡിയവും നമ്മളുടെ ലാറ്റിൻ ഭാഷയിൽ നിന്ന് കടമെടുത്ത വാക്കുകളാണ്. ക്വസ്റ്റ്യൻ: The Latin phrase mala fide means A. in bad faith, B. in good faith, C. without faith, D. having high hopes. And the correct answer is option A. in bad faith. Mala fide is a borrowing from Latin meaning illegal or dishonest. In bad faith എന്നൊക്കെ അർത്ഥം വരുന്ന, ഇല്ലീഗൽ, ഡിസോണസ്റ്റ് എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് മെലഫൈഡി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു വാക്കാണ് ബോണഫൈഡി എന്ന് പറയുന്നത് ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നാണ്. സിനി ഫൈഡി എന്ന് പറയുന്നത് വിത്തൗട്ട് ഫെയ്ത്ത് ആണ്. ഇനി മലയാളത്തിൽ നിന്ന് കടമെടുത്തൊരു വാക്കിനെ പറ്റിയാണ് ചോദ്യം വരുന്നത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് കെയിം ഇൻ ടു ഇംഗ്ലീഷ് ഫ്രം മലയാളം? ഓപ്ഷൻ എ കുപ്ര, ബി റോഡ്, C. book, D. post. It's a simple question and the answer is obviously option A. Cupra. Question: The foreign word tete-a-tete means A. a private conversation, B. completely, C. to find the way, D. good day. And the correct answer is option A. a private conversation. So tete-a-tete എന്ന് പറയുന്നത് ഒരു private conversation ആണ്, usually between two people. In French, it literally means head to head. So next time നിങ്ങൾ ആരോടെങ്കിലും സീക്രട്ടായിട്ട് സംസാരിക്കുകയാണ് and വേറൊരാളെ ഇടയിൽ കയറി വരുവാണെങ്കിൽ you can say to them, hey, we are having a tete-a-tete. Ad hoc, formed for a special purpose എന്നർത്ഥം വരുന്നൊരു വാക്കാണ് ad hoc. Ad hoc is a Latin phrase meaning literally for this. In English, it typically signifies a solution for a specific purpose, problem or task. So എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സൊല്യൂഷനെ നമുക്ക് ad hoc എന്ന് പറയാം. അതായത് ഒരു പ്രത്യേക കാരണത്താൽ ഉണ്ടാക്കിയ ഒരു സാധനത്തെ നമുക്ക് ad hoc എന്ന് വിളിക്കാം. Prima facie. Prima facie എന്ന് പറയുന്നത് at first view എന്നർത്ഥം വരുന്ന ഒരു ഫ്രേസാണ്. Prima facie is a Latin term that translates to at first sight or on its face. സോ നമ്മൾ ആദ്യം കാണും, നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനെയൊക്കെ നമുക്ക് prima facie എന്ന് വിളിക്കാൻ പറ്റും. സോ ആദ്യം നമ്മൾ കണ്ടു, നമ്മൾ ഇങ്ങനെയാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു, ആൻഡ് ദാറ്റ് ഈസ് prima facie. De jure. In Latin it means by law. നിയമപ്രകാരം എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ് de jure. അടുത്തതൊരു ഇംഗ്ലീഷ് ഫ്രേസാണ് കൊടുത്തിട്ടുള്ളത്. ദ ഫ്രേസ് ഹാഫ് ബേക്ക്ഡ് മീൻസ് ഓപ്ഷൻ എ ഇൻ ദ പ്രോസസ്, ബി നോട്ട് കംപ്ലീറ്റ്, സി ഫൂളിഷ്, ഡി ഫുള്ളി കുക്ക്ഡ്. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ഫൂളിഷ്. സോ ഹാഫ് ബേക്ക്ഡ് എന്നുള്ള ഫ്രേസിൻ്റെ അർത്ഥം വരുന്നത് poorly developed or carried out, a half baked plan എന്നൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാം. ലാക്കിംഗ് ഇൻ ജഡ്ജ്മെൻറ്റ് ഓർ കോമൺ സെൻസ് എന്നൊക്കെ അർത്ഥം ഈ ഹാഫ് ബേക്ക്ഡ് എന്നുള്ള ഫ്രേസിന് വരും. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയാം അവന് ഇച്ചിരി വേവ് കുറവാണ് എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The phrase to grease the palm means A. to have clean hands, B. to bribe, C.
to end a friendship, and D, to have a fight. To grease the palm എന്ന് പറയുന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് is option B, to bribe. The phrase to grease the palm means to bribe discreetly to gain favors. So എന്തെങ്കിലും നേട്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ബ്രൈബ് ചെയ്യുക എന്നർത്ഥം തരുന്ന ഫ്രേസാണ് to grease the palm എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. For example, I greased the hostess palm to get a table without reservation. To blow one's own trumpet means A, to hate oneself, B, to praise oneself, C, to criticize oneself, D, to start a fight. And the answer is option B, to praise oneself. To blow one's own trumpet എന്ന് പറയുമ്പോൾ it means to talk about oneself or one's achievements, especially in a way that shows that one is proud or too proud. പൊങ്ങച്ചം പറയുക എന്നുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് പൊക്കി പറയുക എന്ന് പറയില്ലേ, അത് തന്നെയാണ് to blow one's own trumpet എന്ന ഫ്രേസിൻ്റെ അർത്ഥം വരുന്നത്. The foreign word per annum means A, in first year, B, biannually, C, alternate year, D, per year. And the answer is option D, per year. Question. The foreign word Noel means A, my God, B, the world, C, Christmas, D, born. And the answer is option C, Christmas. Bon mot. A clever remark എന്നർത്ഥം വരുന്നൊരു വാക്കാണ് bon mot. A witty remark എന്നൊക്കെ അർത്ഥം വരും. In French, bon mot literally means good word. So നല്ലൊരു വാക്ക് അല്ലെങ്കിൽ നല്ലൊരു ഒരു അഭിപ്രായം പറഞ്ഞത്, അതിനെയൊക്കെ നമുക്ക് bon mot എന്ന് വിളിക്കാം. Bête noire എന്ന് പറയുന്ന വാക്ക് a person or thing one particularly dislikes എന്നർത്ഥമാണ് സൂചിപ്പിക്കുന്നത്. This phrase, French for black beast, entered the English language in the early 1800s. So ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്, ഈ ബെറ്റ് നോവ എന്ന് പറയുന്ന വാക്ക്. ആൻഡ് ഫ്രഞ്ചിൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബ്ലാക്ക് ബീസ്റ്റ് എന്നാണ്. ഇത് 1800സിലാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരുന്നത്. ബോൺ വിവോ. ബോൺ വിവോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പേഴ്സൺ വിത്ത് എ സോഷ്യബിൾ ആൻഡ് ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈൽ. ഇത് ഫ്രഞ്ചിൽ നിന്ന് വന്നൊരു വാക്കാണ് ബോൺ വിവോ. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ adjective that literally means good living. സോ നന്നായിട്ട് ജീവിതം ജീവിക്കുന്ന ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്ന ഒരാളെ നമുക്ക് ബോൺ വിവോ എന്ന് വിളിക്കാം. സ്വീ ജനറസ്. യുണീക്ക് എന്നർത്ഥം വരുന്ന ഒരു ബ്യൂട്ടിഫുൾ വാക്കാണ് സ്വീ ജനറസ്. ദ adjective സ്വീ ജനറസ് is Latin, meaning literally of its own kind. Anything sui generis is its own thing. There is nothing else like it. So നിങ്ങൾ ഇനി യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ് എന്ന് പറയാം, സ്വീ ജനറിസ് എന്ന് നിങ്ങൾക്ക് പറയാം. നോം ഡെ പ്ലൂം. പെൻ നെയിം എന്നർത്ഥം വരുന്ന ഒരു ഫ്രേസാണ് നോം ഡെ പ്ലൂം. ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഫ്രഞ്ചിൽ നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം എന്നും പ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിൽ എന്നുമാണ് അർത്ഥം. ക്വിൽ എന്ന് പറയുന്നത് നമ്മൾ പെന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫെദറിനെയാണ് ക്വിൽ എന്ന് പറയുന്നത്. ഗ്രാൻഡ് ഡാം. എ വുമൻ ഹു ഈസ് ഇൻഫ്ലുവൻഷ്യൽ വിത്തിൻ എ പെർട്ടിക്കുലർ സ്ഫിയർ. Grande dame is a borrowing from French. It usually means an elderly woman of great prestige or ability. സോ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള, നല്ല കഴിവുള്ള ഒരു വുമൺ, ഏതൊരു ഫീൽഡും ആയിക്കോട്ടെ, അങ്ങനെയുള്ളൊരു വുമണിനെ വിളിക്കുന്ന ഒരു ഫ്രഞ്ച് നെയിമാണ് ഗ്രാൻഡ് ഡാം. ഓട്ട് കുച്ചർ. The designing and making of clothes by leading fashion houses. Haute couture എന്നുള്ള ടേം ഫ്രഞ്ചിൽ നിന്നാണ് വന്നിരിക്കുന്നത്. Haute meaning high or elegant and couture translating to sewing or dressmaking.
സോ നല്ല ഹൈലി എലഗൻ്റ് ആയിട്ടുള്ള, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളെയൊക്കെ, അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നതിനെയൊക്കെയാണ് നമ്മൾ ഓട്ട് കൂച്ചർ എന്ന് പറയുന്നത്. ഓട്ട് ക്യുസീൻ, ഹൈ ക്വാളിറ്റി കുക്കിങ്ങിനെയാണ് ഓട്ട് ക്യുസീൻ എന്ന് നമ്മൾ പറയുക. Haute cuisine is a French term that literally translates as high cooking. The foreign word ad interim means A. in good faith, B. for the time being, C. a rumor, D. therefore. And the correct answer is option B, for the time being. The foreign word bon ami means A. first performance, B. good day, C. good friend, D. excellent work. And the correct answer is option C, good friend. By hook or by crook എന്ന ഫ്രേസിൻ്റെ അർത്ഥമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ by fair means, option B by fair or fall means, C forever, D straightforward. And the answer is option B by fair or fall means. So by hook or by crook എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ by any possible means, അതായത് എന്ത് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തും. അത് നേരായ മാർഗമാണെങ്കിലും തെറ്റായ മാർഗമാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ലക്ഷ്യത്തെത്തും എന്നർത്ഥം വരുന്ന ഫ്രേസാണ് by hook or by crook. A grey area എന്ന ഫ്രേസിൻ്റെ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. സംതിങ് അൺക്ലിയർ എന്ന അർത്ഥമാണ് വരുന്നത്. There are no grey areas in the rules. സോ റൂൾസൊക്കെ യൂഷ്വലി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയും അല്ലേ. സംശയാസ്പദമായിട്ടൊരു ക്ലിയർ ആയിട്ടില്ലാത്തൊരു രീതിയിലൊന്നും ആരും റൂൾസ് കൊടുക്കില്ല. സോ റൂൾസ് എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും, ക്ലിയർ ആയിരിക്കും. സോ ദർ ആർ നോ ഗ്രേ ഏരിയാസ് ഇൻ ദ റൂൾസ്. അടുത്ത ഫ്രേസ് നോക്കാം. A rip-off, to cheat someone, especially financially, too expensive എന്നീ അർത്ഥങ്ങൾ വരുന്ന ഒരു ഫ്രേസാണ് a rip-off. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡിസൈനർ ലേബൽ ക്ലോത്ത്സ് ആർ ജസ്റ്റ് എക്സ്പെൻസീവ് rip-offs. നമുക്കറിയാം ഒരു ബ്രാൻഡഡ് ഡ്രസ്സ് വാങ്ങുക എന്ന് പറയുന്നത് ഇസ് ടു എക്സ്പെൻസീവ് അല്ലേ. സോ നമുക്ക് അതിനെയൊക്കെ rip-off എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ഒരാൾ പൈസയ്ക്ക് വേണ്ടി മുതലെടുക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യുകയാണ്, നമ്മളെ ചൂഷണം ചെയ്യുകയാണ് എങ്കിൽ അയാളെയും നമുക്ക് rip-off എന്ന് വിളിക്കാം. ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു ഫ്രേസാണ് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. മലയാളത്തിൽ പറഞ്ഞാൽ എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്നാണ് അർത്ഥം. ദ ഫ്രേസ് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ മീൻസ് വെൻ യു ഡു ഓർ സേ സംതിങ് ദാറ്റ് മേക്സ് എ മിസറബിൾ സിറ്റുവേഷൻ ഈവൻ വേഴ്സ്. ഓൾറെഡി കുളമായി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞ് അതിലും നന്നായിട്ട് കുളമാക്കി കൊടുക്കുക എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഈ ഒരു ഫ്രേസിൻ്റെ അർത്ഥവും വരുന്നത്. അടുത്തൊരു ഫ്രേസ് നമുക്ക് നോക്കാം. ആസ് ഈസി ആസ് ABC. സംതിങ് ഈസ് വെരി ഈസി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് ആസ് ഈസി ആസ് ABC. ക്വസ്റ്റ്യൻ. എ ബേക്കേഴ്സ് ഡസൻ മീൻസ് A. allowances, B. 12, C. 13, D. compensation. And the answer is option C. 13. യൂഷ്വലി ഒരു ഡസൺ എന്ന് പറയുന്നത് 12 കണക്ക് അല്ലേ. എന്നാൽ ഇവിടെ ബേക്കേഴ്സ് ഡസൺ എന്ന് പറയുന്നത് 13 കണക്ക്. എ ഗ്രൂപ്പ് ഓഫ് 13, എ ഡസൺ പ്ലസ് 1. From the former practice among bakers and other tradespeople of giving 13 items to the dozen as a safeguard against penalties for short weights and measures. So, പണ്ട് മുതലേ ബേക്കേഴ്സും മറ്റ് ട്രേഡൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് അവരുടെ ചില പ്രാക്ടീസസിൽ നിന്നാണ് ഈ ബേക്കേഴ്സ് ഡസൺ എന്ന ഫ്രേസ് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു ഡസൺ കൊടുക്കുന്നതിന് പകരം അവരൊന്നും കൂടെ എക്സ്ട്രാ കൊടുക്കും, അവർക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, പെനാൽറ്റീസിൽ നിന്നും മറ്റുമൊക്കെ അവരെ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സന്തോഷത്തിന് വെച്ചോ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഒരു ഡസണിൽ നിന്ന് +1 കൂടെ കൊടുത്ത് അവർ ഈ ഒരു പ്രാക്ടീസ് തുടങ്ങിയത്. അതിൽ നിന്നാണ് നമ്മളുടെ ഇംഗ്ലീഷിൽ
ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്ന ഈ 13 കണക്കിലെ ഈ ഒരു ഫ്രേസ് വന്നിട്ടുള്ളത്. ടു സ്പിൽ ദ ബീൻസ് എന്ന ഫ്രേസിൻ്റെ അർത്ഥം എന്താണെന്നാണ് അടുത്ത ചോദ്യം. എ, ലൂസ് ഫ്രം വൺസ് ഹാൻഡ്സ്. ബി, ടു ഹേർട്ട് someone. സി, to reveal a secret information. D, to do a work under compulsion. And the correct answer is option C, to reveal a secret information. The phrase bury the hatchet means A, to make peace. B, to be afraid. C, to bury the spade. D, to die fighting. And the answer is option A, to make peace. അടുത്തൊരു ഫ്രേസാണ് at your beck and call. അണ്ടർ someone's absolute control എന്നുള്ളതാണ് ഈ ഒരു ഫ്രേസിൻ്റെ അർത്ഥം വരുന്നത്. ഓൾവേസ് ഹാവിങ് ടു ബി റെഡി ടു ഒബേ someone's orders immediately. ഓക്കെ, at your beck and call എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ താൻ പറയുമ്പോൾ ഞാൻ റെഡിയാണ്. ഓക്കെ, അതായത് മറ്റൊരാളുടെയിലാണ് കംപ്ലീറ്റ് കൺട്രോൾ ഉള്ളത്. അയാൾ എന്ത് പറയുന്നു അത് അപ്പോൾ ഞാൻ ഒബേ ചെയ്യും എന്ന അർത്ഥം തരുന്ന ഒരു ഫ്രേസാണ് at your beck and call എന്ന ഫ്രേസ്. ഡി ഫാക്ടോ ഇതൊരു ലാറ്റിൻ ടേം ആണ് ആൻഡ് അതിൻ്റെ അർത്ഥം ഇൻ ഫാക്ട് എന്നാണ്. ആൾട്ടർ ഈഗോ. An alter ego is a Latin term for other I. മറ്റൊരു ഞാൻ എന്നർത്ഥം വരുന്ന ഒരു ലാറ്റിൻ ടേം ആണ് ആൾട്ടർ ഈഗോ. ഇറ്റ് മീൻസ് ആൻ alternate self which is believed to be distinct from a person's normal or true original personality. ഒരാളുടെ ട്രൂ ഒറിജിനൽ പേഴ്സണാലിറ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി അയാൾക്ക് തന്നെ ഉണ്ടാകുമ്പോൾ അതിനെയാണ് നമ്മൾ ആൾട്ടർ ഈഗോ എന്ന് വിളിക്കുന്നത്. ബെല്ലഡോണ, എ പ്രിറ്റി വുമൻ എന്നർത്ഥം വരുന്നൊരു വാക്കാണ് ബെല്ലഡോണ. The name belladonna comes from the two words bella and donna in the Italian language meaning beautiful and woman. So that's the end of today's session. നമ്മൾ ഒരുപാട് വേർഡ്സും ഫ്രേസസും ഒക്കെ പരിചയപ്പെട്ടു and I guess all of them are clear for you. So practice well. Thank you.